Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റിയായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ, ബേസ് തിയറം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ടോപ്പിക് കൂടി അതുമായി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് റാൻഡം വാരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അപ്പൊ എന്താണ് റാൻഡം വാരിയബിൾ, എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. ഇപ്പൊ ടോപ്പിക് എന്തായിരുന്നു? റാൻഡം വാരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ എന്താണ് റാൻഡം വാരിയബിൾ നമുക്ക് നോക്കണ്ടേ? യെസ്, എന്താണ് റാൻഡം വാരിയബിൾ? റാൻഡം വാരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ whose domain is the sample space of a random experiment. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റാൻഡം വാരിയബിൾ എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്തുതന്നെയാണ്? സാമ്പിൾ സ്പേസ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെന്റ് തന്നെയാണ്. ജനറലി റാൻഡം വാരിയബിൾ എക്സ് വൈ എന്നൊക്കെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഡെഫിനേഷൻ നമുക്കൊരു എക്സാമ്പിൾ വഴി നമുക്ക് എന്താണെന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് റാൻഡം വാരിയബിൾ എന്താണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് അല്ലെ, റിയൽ വാല്യൂസുകൾ. അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്തുതന്നെയാണ്? സാമ്പിൾ സ്പേസ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ആകും. ഓക്കെ, അതായത് ഒരു റാൻഡം എക്സ്പെരിമെന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ എ കോയിൻ ടോസിംഗ് ട്വൈസ്. ഓക്കെ, അപ്പൊ റാൻഡം എക്സ്പെരിമെന്റ് ഇതാണ്. കോയിൻ ടോസിംഗ് ട്വൈസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ സാമ്പിൾ സ്പേസ് എന്തൊക്കെ വരാം ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ് സാമ്പിൾ സ്പേസിൽ വരുന്നുണ്ടായിരിക്കുക? യെസ്, എച്ച് എച്ച് ഒരു കോമ്പിനേഷൻ ആണ്, എച്ച് ടി ഒരു കോമ്പിനേഷൻ ആണ്, ടി എച്ച് ടി ടി. രണ്ട് കോയിൻസുകളാണ് ടോസ് ചെയ്യുന്നത്. രണ്ടിൽ എനിക്ക് എന്ത് കിട്ടാം? ഹെഡ് കിട്ടാം. ആദ്യത്തെ കോയിനിൽ ഹെഡ് കിട്ടാം, രണ്ടാമത്തേൽ ടെയിൽ കിട്ടാം. ആദ്യത്തേൽ ടെയിൽ കിട്ടാം, രണ്ടാമത്തേൽ ഹെഡ് കിട്ടാം. അടുത്ത കോമ്പിനേഷൻ എങ്ങനെ വരാം? രണ്ടും എന്ത് വരാം? ടെയിൽ വരാം. ശരിയല്ലേ? യെസ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റാൻഡം വാരിയബിൾ എക്സ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എക്സ് ഈസ് ദ റാൻഡം വാരിയബിൾ. എക്സ് ഈസ് ദ റാൻഡം variable of getting variable of the number of getting heads. x എന്ന് പറയുന്ന റാൻഡം വാരിയബിൾ ഞാൻ എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? the number of heads getting on throwing two coins. ശരിയല്ലേ പറഞ്ഞേക്കണത് അല്ലെ? റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ കോയിൻ ടോസ് ചെയ്യുന്നു 2 തവണ. അതിന്റെ സാമ്പിൾ സ്പേസിൽ എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി എന്ന് പറയുന്ന 4 സാമ്പിൾ പോയിന്റ്സ് ഉണ്ടായിരിക്കും. എക്സ് എന്ന് പറഞ്ഞ റാൻഡം വാരിയബിൾ എന്താണ്? ദ നമ്പർ ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. റാൻഡം വാരിയബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഔട്ട്കംസുകളും എടുക്കണം. അതുമായി ബന്ധപ്പെടുത്തി വേണം റാൻഡം വാരിയബിളിൽ വരുന്ന വാല്യൂസുകൾ കണ്ടെത്താൻ. റാൻഡം വാരിയബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ഈസ് ദ റാൻഡം വാരിയബിൾ ഓഫ് ദ നമ്പർ ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ്. എത്ര ഹെഡുകളാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ, അതാണ് നമ്മളോട് എക്സ് എന്ന് പറയുന്ന റാൻഡം വാരിയബിൾ പറയേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്? ഓരോ ഔട്ട്കംസുകളുമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ x of hh, ഫസ്റ്റ് ഔട്ട്കം ഏതാണ്? എച്ച് എച്ച്. എക്സ് ഓഫ് എച്ച് എച്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ എച്ച് എച്ച് എന്ന് പറയുന്ന കോമ്പിനേഷൻ എത്രയുണ്ടായിരിക്കും? 2. 2 ഹെഡ്സ് ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. ശരിയല്ലേ? അടുത്ത കോമ്പിനേഷൻ എടുത്തോളൂ, എക്സ് ഓഫ് എച്ച് ടി. എത്ര നമ്പർ ഓഫ് ഹെഡ്സ് അവിടെ കിട്ടുന്നുണ്ടായിരിക്കുക? 1. അടുത്ത കോമ്പിനേഷൻ എന്താ? ടി എച്ച്. അടുത്തതിലും ഹെഡ്സ് നമ്പർ എത്രയാണ്? 1. അടുത്തത് എക്സ് ഓഫ് ടി ടി. എത്ര കിട്ടുന്നുണ്ടായിരിക്കും? 2ഉം ടെയിലാണ് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ഹെഡ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഈ റാൻഡം വാരിയബിള് എക്സിന് വരാൻ സാധ്യതയുള്ള വാല്യൂസുകൾ ഏതൊക്കെയാണ്? 0, 1, 2. ഇതെല്ലാം എന്താണ്? റിയൽ വാല്യൂസുകളാണ്. ശരിയല്ലേ? യെസ്.
ഇതിന്റെ ബേസ് എന്തുതന്നെയാണ്? ഓരോ റാൻഡം വാരിയബിൾ ഡിസൈൻ ചെയ്യുമ്പോഴും അതിന്റെ ബേസ് എവിടെ തന്നെയാണ് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക? സാമ്പിൾ സ്പേസിൽ നിന്നാണ് എടുക്കുന്നുണ്ടായിരിക്കുക. അതാണ് അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. എന്താന്ന് പറഞ്ഞത്? സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കംസിനെയും റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക? റാൻഡം വാരിയബിളിന് വരുന്ന വാല്യൂസുകൾ കണ്ടെത്തുന്നുണ്ടായിരിക്കുക. റാൻഡം വാരിയബിൾ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടുത്തെ റാൻഡം വാരിയബിൾ എന്തായിരുന്നു? നമ്പർ ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ്. ശരിയല്ലേ? അപ്പൊ ഓരോ സാമ്പിൾ സ്പേസിലെ ഓരോ സാമ്പിൾ പോയിന്റ്സുകൾ നമ്മൾ എടുത്തു, അല്ലെങ്കിൽ ഓരോ ഔട്ട്കംസുകൾ എടുത്ത് ഓരോന്നിലും നമ്പർ ഓഫ് ഹെഡ്സ് നമ്മൾ കൗണ്ട് ചെയ്തു. സോ അതിന് വരാവുന്ന വാല്യൂസുകൾ 2ഉം 1ഉം 0യുമാണ്. സോ x is equal to 0, 1, 2. സോ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? റിയൽ വാല്യൂസുകളിൽ വരുന്നത്. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് റാൻഡം വാരിയബിൾ എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡൊമൈൻ എന്തിനെയാണ്? സാമ്പിൾ സ്പേസ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ക്ലിയർ ആയോ? യെസ്. ഇനി ഇതേ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് എടുക്കാം. വേറൊരു വാരിയബിൾ ഞാൻ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. ഓക്കെ, അപ്പൊ റാൻഡം എക്സ്പെരിമെന്റിന് മാറ്റം ഒന്നുമില്ല. എന്തിനെയാണ്? ടോസിങ് coin twice. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസിൽ വരുന്ന സാമ്പിൾ പോയിന്റ്സുകൾ എന്ന് പറയുന്നത് HH, TH, HT, പിന്നെ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? TT. ഈ 4 കോമ്പിനേഷൻസുകളല്ലേ വരുന്നുണ്ടായിരിക്കുക അല്ലെ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു റാൻഡം വാരിയബിൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്. Y എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് ഹെഡ്സ് minus number of tails. ഓക്കെ, അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് നമ്മൾ എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക? ഓരോ സാമ്പിൾ സ്പേസിലെ ഓരോ സാമ്പിൾ പോയിന്റ്സുകളും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. y എന്ന് പറയുന്നത് എന്താണ്? റാൻഡം വാരിയബിൾ ആണ്. എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? നമ്പർ ഓഫ് ഹെഡ്സ് മൈനസ് നമ്പർ ഓഫ് ടെയിൽസ് അല്ലെ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ y of HH ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുക. നമ്പർ ഓഫ് ഹെഡ്സ് മൈനസ് നമ്പർ ഓഫ് ടെയിൽസ്. ഇവിടെ എത്ര ഹെഡ്സ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ടെയിൽസ്, നമ്പർ ഓഫ് ടെയിൽസ് 0 അല്ലെ? ആൻസർ എന്താ വരുന്നുണ്ടായിരിക്കുക? 2. അതേപോലെ y ഓഫ് അടുത്ത ഔട്ട്പുട്ട് എടുക്കൂ. HT എന്താ കിട്ടുന്നുണ്ടായിരിക്കുക? നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്പർ ഓഫ് ടെയിൽ എന്താണ്? നമ്പർ ഓഫ് ടെയിൽസ് എന്താണ്? 1 തന്നെയാണ്. സോ 0 അല്ലെ? അടുത്തത് y ഓഫ് TH. Again number of heads 1 ആണ്. number of tail 1 തന്നെയാണ്. 0 കിട്ടുന്നുണ്ടായിരിക്കും. അടുത്തത് y of TT എന്ന് പറഞ്ഞാൽ എന്താ? number of heads എത്രയാ? number of heads minus number of tails അല്ലേ? number of heads ഉണ്ടോ അവിടെ? ഇല്ല, 0. number of tails എത്രയാ? 2 tail ആണ് കിട്ടുന്നത് അല്ലേ? 0 minus 2. Answer is -2. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്ന റാൻഡം വാരിയബിളിന് വരുന്ന വാല്യൂസുകൾ എന്തൊക്കെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? -2, 0, 2. -2, 0, 2. ഈ 3 വാല്യൂസുകളായിരിക്കും ആർക്ക് വരുന്നുണ്ടായിരിക്കുക? റാൻഡം വാരിയബിളിന് വരുന്നുണ്ടായിരിക്കുക. ഇവിടുത്തെ റാൻഡം വാരിയബിൾ എന്തായിരുന്നു? നമ്പർ ഓഫ് ഹെഡ്സ് മൈനസ് നമ്പർ ഓഫ് ടെയിൽസ്. അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ റാൻഡം വാരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മളോട് തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കി നോക്കാം. എ പേഴ്സൺ പ്ലേസ് എ ഗെയിം ഓഫ് ടോസിങ് എ കോയിൻ ത്രൈസ്. ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് ത്രൈസ് 3 തവണയാണെന്ന് പറഞ്ഞു. ഫോർ ഈച്ച് ഹെഡ്, ഓരോ ഹെഡ് കിട്ടുകയാണെങ്കിലും he is given as ₹2 by the organizer of the game. ഗെയിം ഓർഗനൈസ് ചെയ്യുന്ന ആള് 2 rupees ആണ് തരുന്നത് അല്ലെ? ആൻഡ് ഫോർ ഈച്ച് ടെയിൽ ആണ് കിട്ടുന്നതെങ്കിലോ he has to give ₹1.40 to the organizer. ഓർഗനൈസർക്ക് അങ്ങോട്ട് 1.5 രൂപ കൊടുക്കണം ടെയിൽ കിട്ടുകയാണെങ്കിൽ. അപ്പൊ ഒരു ലോസും ഉണ്ട് ഗെയിനും ഉണ്ട് അല്ലെ? അതായത് ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ 2 രൂപ കിട്ടുകയാണെങ്കിൽ ഗെയിൻ. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഗെയിൻ ആസ് പോസിറ്റീവ്. ലോസ് എന്ന് പറയുന്നത് എന്താണ്? ടെയിലാണ് കിട്ടുന്നെങ്കിൽ 1.5 rupees മീൻസ് 1.5 രൂപ എന്ത് ചെയ്യണം? ഓർഗനൈസർക്ക് കൊടുക്കണം. അതൊരു ലോസ് അല്ലേ? യെസ്. Then X denotes the amount gained or lost by the person.
എക്സ് എന്ന് പറയുന്ന റാൻഡം വാരിയബിൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? എമൗണ്ട് ഗെയിൻഡ് ഓർ ലോസ്റ്റ് ബൈ ദ പേഴ്സൺ. അപ്പൊ ഓരോ ഔട്ട്കംസുകൾ 3 തവണ കോയിൻ ടോസ് ചെയ്യുന്ന കേസ് എടുത്തിട്ട് അതിൽ ഓരോ ഔട്ട്കംസുകളും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റാൻഡം വാരിയബിളിൽ വരാവുന്ന വാല്യൂസുകൾ കണ്ടെത്തണം. ഷോ ദാറ്റ് എക്സ് ഈസ് എ റാൻഡം വാരിയബിൾ ആൻഡ് എക്സിബിറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെന്റ്. എക്സ് എന്ന് പറയുന്നത് റാൻഡം വാരിയബിൾ ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റാൻഡം വാരിയബിൾ ഈസ് നത്തിങ് ബട്ട് എന്താണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ domain is the sample space of the random experiment. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 തവണ കോയിൻ ടോസ് ചെയ്യുന്ന കേസ് ഞാൻ എടുക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസിൽ ആരൊക്കെ വരുന്നുണ്ടായിരിക്കാം? യെസ്, നാല് കേസുകൾ വരുന്നുണ്ടാവും അല്ലെ? അതേപോലെ തന്നെ അടുത്ത 4 കേസുകൾ എങ്ങനെയാ വരുന്നുണ്ടായിരിക്കുക? നോക്കി നോക്കൂ. എച്ച് 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 3 ഹെഡ് വരാം. ആദ്യത്തെ 2 ഹെഡ് വരാം. മൂന്നാമത്തെ ടൈല് വരാം. എച്ച് ടി എച്ച്, എച്ച് ടി ടി, ടി എച്ച് എച്ച്, ടി എച്ച് ടി, ടി ടി എച്ച്, ടി 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 3 ടൈല് വരാം. ഇങ്ങനത്തെ 8 കേസസുകളാണ് വരുന്നുണ്ടായിരിക്കുക. സാമ്പിൾ പോയിന്റ്സുകളാണ് എവിടെ വരുന്നുണ്ടായിരിക്കുക? നമ്മുടെ സാമ്പിൾ സ്പേസിൽ വരുന്നുണ്ടായിരിക്കുക. ശരിയല്ലേ? യെസ്. ഇനി റാൻഡം വാരിയബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് എമൗണ്ട് ഗെയിൻഡ് ഓർ ലോസ്റ്റ് ആണ് അല്ലെ? അപ്പൊ ഓരോന്നും നമുക്ക് കണ്ടെത്തണം. ഓക്കെ, ഓരോ സാമ്പിൾ സ്പേസ് എടുത്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എക്സ് ഓഫ് എച്ച് 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 ഒരു ഹെഡ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നാ പറഞ്ഞേ? 2 രൂപ കിട്ടും എന്നാണ് പറഞ്ഞത് അല്ലെ? 3 ഹെഡ്സ് ആകും എത്രയായിരിക്കും? 3 into 2 6 rupees. ശരിയല്ലേ? അടുത്ത ഔട്ട്കം നോക്കി നോക്കൂ. എച്ച് എച്ച് ടി, എച്ച് ടി എച്ച് അല്ലെ? എച്ച് എച്ച് ടി ഉണ്ട്, എച്ച് ടി എച്ച് ഉണ്ട്, ടി എച്ച് എച്ച് ഉണ്ട്. ഈ 3ലും 2 ഹെഡുകളും 1 ടെയിലുമാണ് വരുന്നത്. അപ്പൊ ഒരുമിച്ച് നമുക്ക് കണ്ടെത്തല്ലേ നല്ലത്? അപ്പൊ നോക്കിക്കോളൂ. എക്സ് ഓഫ് ഏതൊക്കെയാണ് കോമ്പിനേഷൻസ്? എച്ച് എച്ച് ടി, പിന്നെന്താണ്? എക്സ് ഓഫ് എച്ച് ടി എച്ച്. അതേപോലെ അടുത്ത കോമ്പിനേഷൻ എന്താണ്? എക്സ് ഓഫ് ടി എച്ച് എച്ച്. ഈ 3 കേസുകളിലും എത്രയായിരിക്കും വരുന്നുണ്ടായിരിക്കും? നോക്കൂ, 2 ഹെഡ് 1 ടെയിലാണ് അല്ലെ? 2 ഹെഡ് കിട്ടുകയാണെങ്കിൽ 2 into 2 മൈനസ്, കാരണം ടെയിൽ കിട്ടുകയാണെങ്കിൽ ലോസ് ആണെന്ന് പറഞ്ഞു 1.5 rupees ഒരു ടെയിലല്ലേ? അപ്പൊ 1.50. സോ 4 minus 1.50 we will get rupees 2.50. ഈ 3 കേസുകളിലും എന്തെന്നെയാണ്? rupees 2.50 ആണ് ആൻസർ വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ടോട്ടൽ വി ഹാവ് എച്ച് എച്ച് കംപ്ലീറ്റ് ആയി. ഈ 4 കേസുകൾ കംപ്ലീറ്റ് ആയി അല്ലെ? അടുത്ത നോക്കി നോക്കൂ. 2 ടെയില് കിട്ടുന്ന കേസസുകൾ വരുന്നുണ്ട്. 2 ടെയില് കിട്ടുന്ന കേസുകൾ ഏതൊക്കെയാ? ടി എച്ച് ടി. അടുത്ത കേസുകൾ ഏതാ? 2 ടെയില് വരുന്ന ഏതാ? ടി ടി എച്ച്. ഒരുമിച്ച് കണ്ടെത്തുമായിരിക്കും എളുപ്പം അല്ലെ? യെസ്. അടുത്തോ? എക്സ് ടി ടി. കാരണം വരുന്ന വാല്യൂസുകൾ എന്ന് പറയുന്നത് എന്തെന്നെയാണ്? സെയിം തന്നെയാണ് വരുന്നുണ്ടായിരിക്കും. ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ 2 രൂപയാണ് ലാഭം ഗെയിൻ കിട്ടുന്നത്. ടെയിൽ ആണെങ്കിലോ 1.5 rupees ലോസ് ആണ് വരുന്നുണ്ടായിരിക്കുക. ഈ 3 കേസുകളിലും എങ്ങനെയാ വരിക നോക്കി നോക്കൂ. ഒരു ഹെഡേ കിട്ടുന്നുള്ളൂ, ഒരൊറ്റ ഹെഡേ കിട്ടുന്നുള്ളൂ. സോ 2 into 1 മൈനസ്. ഇനി 2 ടൈലല്ലേ കിട്ടുന്നേ അല്ലെ? 2 ടൈൽ എന്ന് പറയുമ്പോൾ എത്ര വരിക? 2 into 1.50. So 2 minus 3 which is equal to -1. ശരിയല്ലേ അല്ലെ? 2 രൂപയാണ് ഒരു ഹെഡിന് കിട്ടുന്നത്. സോ 2 rupeesൽ നിന്ന് 2 ടൈല് കിട്ടിക്കഴിഞ്ഞാൽ 1.50 into 2 നമുക്ക് എത്ര രൂപ കുറയും? 3 രൂപ കുറയും. സോ 2 രൂപയിൽ നിന്ന് 3 രൂപ കുറച്ച് നമുക്ക് എത്ര കിട്ടുക? -1 ആണ് വാല്യൂ വരുന്നുണ്ടായിരിക്കുക അല്ലെ? യെസ്. ഇനി ഒരു കോമ്പിനേഷൻ കൂടി ഉണ്ട്. ഏതാണ്? എക്സ് ഓഫ് ടി 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 which is nothing but ലോസ് ആണല്ലോ അല്ലെ? ലോസ് ആകുമ്പോൾ എന്തായിരിക്കും? -1.5 into 3 we will get -4.50 അല്ലെ?
യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന എടുത്തിരുന്ന എക്സ് എന്ന് പറയുന്ന റാൻഡം വാരിയബിളിന് വരുന്ന വാല്യൂസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന വാരിയബിളിന് വരുന്ന വാല്യൂസുകൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് റാൻഡം വാരിയബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് അല്ലെ. യെസ്. എക്സിന് വരാവുന്ന വാല്യൂസ് ഏതൊക്കെയാ? -1 വരുന്നുണ്ട്, then -4.50, 2.50, അതേപോലെ ഏതാണ് വാല്യൂസ് വരുന്നുണ്ടായിരിക്കുക? 6. യെസ്. റാൻഡം വാരിയബിൾ ആയിട്ടുള്ള എക്സിന് വരുന്ന വാല്യൂസുകൾ ക്ലിയർ ആണ്. എക്സ് എന്ന് പറയുന്നത് റാൻഡം വാരിയബിൾ ആണ്. കാരണം എന്തുകൊണ്ടാ? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ് അല്ലെ. അത് ഡൊമൈൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് എന്ത് നമ്മൾ പറഞ്ഞത്? സാമ്പിൾ സ്പേസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത് ഓഫ് ദി റാൻഡം എക്സ്പെരിമെന്റ്. സോ എക്സിന് വരാവുന്ന വാല്യൂസുകൾ -1, -4.50, 2.50, 6. ക്ലിയർ ആണല്ലോ? യെസ്. യെസ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് അവേഴ്സ് യു സ്റ്റഡി ഡ്യൂറിങ് എ റാൻഡംലി സെലക്ടഡ് സ്കൂൾ ഡേ അല്ലെ. ഒരു സ്കൂൾ ഡേയിൽ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു സ്കൂൾ ഡേയിൽ നമ്മൾ പഠിക്കുന്ന അവേഴ്സുകളാണ് എക്സ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂസ് has the following form where k is some unknown constant. Okay, ആയിക്കോട്ടെ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്പർ ഓഫ് അവേഴ്സ് യു സ്റ്റഡി ഡ്യൂറിങ് എ റാൻഡംലി സെലക്ടഡ് സ്കൂൾ ഡേ. ഓക്കെ, നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ പോലെ നമുക്ക് തന്നിരിക്കുകയാണ് അല്ലെ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? P of x equal to small x if 0.1 if x equal to 0, kx if x equal to 1 or 2, k into 5 minus 6 if x equal to 3 or 4 and 0 is otherwise. അപ്പൊ ആദ്യം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വായിച്ചതിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വരയ്ക്കാം. ഒരു ടേബിൾ പോലെ നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, ഇപ്പൊ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഞാൻ ആദ്യം വരയ്ക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞ റാൻഡം വാരിയബിളും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോ എക്സിന് എടുക്കാവുന്ന വാല്യൂസുകളാണ് ഞാൻ ആദ്യത്തെ ഒരു കോളത്തിൽ എഴുതുന്നത്. അടുത്തത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സിന് വരാവുന്ന വാല്യൂസുകൾ. ഓക്കെ, യെസ്. അപ്പൊ എക്സിന് വരാവുന്ന വാല്യൂസുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? 0 ഉണ്ട് അല്ലെ, ദെൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, യെസ്. കറസ്പോണ്ടിങ് ആയിട്ട് പി ഓഫ് എക്സിന് വരാവുന്ന വാല്യൂസുകൾ. എക്സിന് 0 ആണെങ്കിൽ പി ഓഫ് എക്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? 0.1. നമ്മൾ തന്നിരിക്കുന്ന ഡെഫിനേഷൻ പ്രകാരം എഴുതിയാൽ മതി. ഓക്കെ, യെസ്. ഇനി എക്സിന് 1 അല്ലെങ്കിൽ 2 വരികയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സിന്റെ വാല്യൂസ് എന്താ? kx എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരുന്നുണ്ടായിരിക്കും? എക്സിന് 1 കൊടുക്കുക, അപ്പൊ k into 1 എന്താ വരുന്നുണ്ടായിരിക്കുക? k. ഇനി എക്സിന് 2 കൊടുക്കുക, അപ്പോ എന്താ വരുന്നുണ്ടായിരിക്കുക? പി ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണ് വരുന്നുണ്ടായിരിക്കുക? 2k. ക്ലിയർ അല്ലേ? യെസ്. ഇനി അതേപോലെ തന്നെ 3ഉം 4ഉം കൊടുക്കണം അല്ലെ. എക്സിന്റെ വാല്യൂസുകൾ എക്സിന് 3 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക നോക്കി നോക്കൂ. 5 minus 3 2 2 into k 2k. അപ്പൊ തന്നിരിക്കുന്ന ഡെഫിനേഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ വാല്യൂസുകൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആക്കി ഞാൻ മാറ്റുക ചെയ്യുന്നത് അല്ലെ. ഇവിടെ നോക്കി നോക്കൂ, എക്സിന് 4 കൊടുക്കൂ, എന്താ കിട്ടുക? k into 5 minus 4. 5 minus 4 is 1. 1 into k എന്താണ്? k. സോ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ്. x equal to 0 1 2 3 4. then p of x എത്രയാണ്? 0.1 k 2k 2k k. യെസ്. നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. കെയുടെ വാല്യൂ കണ്ടെത്തുക. നമുക്കറിയാലോ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് 1 ആണ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം എനിക്ക് എന്തു പറയാം? പി ഓഫ് എക്സിലെ 0.1 പ്ലസ് k പ്ലസ് 2k പ്ലസ് 2k plus k is equals to 1. Is equals to 1. 0.1 plus k plus 2k plus 2k plus k is equals to 1. So 0.1 plus 2k plus k 3k plus 2k 5k plus 6k equals to 1. k നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.15 ആയിരിക്കും. എത്രയാണ് കിട്ടുന്നുണ്ടായിരിക്കുക? 0.15. ഓക്കെ,
ഇനി നമ്മൾ അഗൈൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുകയാണ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് യു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 2 hours, അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും. 2 മണിക്കൂർ ആവാം, അതിനേക്കാൾ കൂടിയാലും കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കേസ് അറ്റ്ലീസ്റ്റ് 2 hours. എന്താ വരുന്നുണ്ടായിരിക്കുക? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു 2, which is equal to P of x equals to 2 plus P of x equals to 3 plus P of maximum എത്ര പറഞ്ഞിരിക്കുന്നത്? 4 അല്ലേ? x is equals to 4. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര വരുന്നുണ്ടായിരിക്കും നോക്കൂ. P of x equals to 2 എത്രയാണ്? 2k. ശരിയല്ലേ? plus P of x equal to 3 corresponding എത്രയാണ്? again 2k. x equal to 4 ആണെങ്കിൽ corresponding എത്രയാണ്? k, which is equal to 5k, which is equal to 5 into 0.15, which is equal to 0.75. Clear അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു. ഇത് എ പാർട്ട് എന്ന് കൊടുക്കാം അല്ലെ? ഓക്കെ. ഇത് തന്നെ ബി പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. B1 എന്ന് കൊടുക്കാം. ഇനി B2 നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സാക്ട്ലി 2 hours. എക്സാക്ട്ലി 2 hours എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടായിരിക്കുക? P of x equals to 2. x equals to 2 എന്താണ്? 2k, which is equal to k യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതല്ലേ? 0.15. ആൻസർ എത്ര കിട്ടുക? 0.3. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അറ്റ്മോസ്റ്റ് 2 hours. മാക്സിമം എത്രയേ പറ്റുള്ളൂ? 2 hours പറ്റുള്ളൂ അല്ലെ? അപ്പൊ B3. അപ്പൊ എങ്ങനെയൊക്കെ വരാം? P of x equal to 0 plus P of x equals to 1. അറ്റ്മോസ്റ്റ് 2 hours എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ P of x equal to 0 plus P of x equal to 1 plus P of x equals to 2. Yes. x equal to 0 എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 0.1 അല്ലെ? യെസ്. പ്ലസ് P of x equal to 1 എത്രയാണ്? k plus 2k, which is equal to 0.1 plus 3k. Okay, answer will be 0.1 plus 3 into 0.15 plus 0.1. Answer will be 0.55. 0.55. Clear ആയോ? Yes. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഡെഫിനിഷൻ പ്രകാരം, ഡിഫൈൻ ചെയ്ത പ്രകാരം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരച്ച് ഓരോ ക്വസ്റ്റ്യൻസുകളെ സോൾവ് ചെയ്യുക. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്ത ടെക്നിക്സ് എന്താണ്? ടോട്ടൽ പ്രോബബിലിറ്റി വി ഹാവ് ഇസ് ഈക്വൽ ടു 1. കെയുടെ വാല്യൂ കണ്ടെത്തുക. അറ്റ്മോസ്റ്റ് ആയാലും അറ്റ്ലീസ്റ്റ് ആയാലും ഈക്വൽ ആയാലും കണ്ടീഷൻസ് പ്രകാരം എടുത്ത് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. ഓക്കെ. യെസ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ടോപ്പിക് ആണ് മീൻ ആൻഡ് വാരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ. മീൻ ആൻഡ് വാരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ. ഞാൻ ഈ സ്ലൈഡിൽ അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുകയും ചെയ്യും. ഓക്കെ. യെസ്. മീൻ ആൻഡ് വാരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ എന്താ പറയുന്ന ഡെഫിനിഷൻ? ദ മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഓൾസോ കോൾഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. മീൻ ഓഫ് എ റാൻഡം വേരിയബിളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ മീനിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? ഇ ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടായിരിക്കുക. ആ ഇ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടെത്താനുള്ള ഫോർമുലയാണ് എന്ത്? സിഗ്മ ഐ ഈക്വൽ ടു 1 to n xi into pi. ഓരോ റാൻഡം വേരിയബിൾ എക്സ് വാല്യൂസ് ഉണ്ടായിരിക്കും. അതിന്റെ പ്രോബബിലിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ടോട്ടൽ സം എടുത്ത് നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടും. ഓക്കെ. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് മീൻ എന്നറിയപ്പെടുന്നത് അല്ലെ? കണ്ടെത്താനുള്ള ഫോർമുല എന്താണ്? സിഗ്മ xi pi, where I is equals to 1 to n. ഓക്കെ. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള അടുത്തൊരു ടേം ആയിരുന്നല്ലോ വാരിയൻസ് എന്ന് പറയുന്നത്. വാരിയൻസ് കണ്ടെത്താനുള്ള ഫോർമുല എന്താണ്? വാരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽസ് ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ബി ദി ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് കണ്ടെത്താൻ അറിയാം അല്ലെ? ഇ ഓഫ് എക്സ് സ്ക്വയറിൽ നിന്ന് ഇ ഓഫ് എക്സിന്റെ ഹോൾ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യണം. എന്താണ് ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മീൻ.
അല്ലെ? യെസ്. ഇ ഓഫ് എക്സ് സ്ക്വയറിൽ നിന്ന് ഇ ഓഫ് എക്സിന്റെ ഹോൾ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യണം. എങ്ങനെയാണ് ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടെത്തുക? യെസ്, ഇ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽസ് ടു എക്സ് ഐ വാല്യൂസിനെ സ്ക്വയർ ചെയ്യുക ഇൻറ്റു അതിന്റെ പ്രോബബിലിറ്റി വാല്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. ടോട്ടൽ സമ്മ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇ ഓഫ് എക്സ് സ്ക്വയർ കിട്ടും. സോ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സിന്റെ ഹോൾ സ്ക്വയർ ആണ് എന്ത്? വാരിയൻസ് കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സിന്റെ ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. അതെന്താണ്? മീൻ ഓഫ് ദ റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, യെസ്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചെയ്യാലോ. ഇതിൽ ഫോർമുല മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് മീൻ കണ്ടെത്താനുള്ള ഫോർമുല? വാരിയൻസ് കണ്ടെത്താനുള്ള ഫോർമുല. നമുക്കിത് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, വി ഹാവ് ദ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് മീൻ ആൻഡ് വാരിയൻസ് ഓഫ് ദ നമ്പർ ഒബ്റ്റെയിൻഡ് ഓൺ ദ ത്രോ ഓഫ് എ അൺബയാസ്ഡ് ഡൈ. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മീനും വാരിയൻസും കണ്ടെത്തണം അല്ലെ? മീനും വാരിയൻസ് കണ്ടുപിടിക്കണം ഓഫ് ദി നമ്പർ ഒബ്റ്റെയിൻഡ് ഓൺ ദ ത്രോ ഓഫ് എ അൺബയാസ്ഡ് ഡൈ. അപ്പൊ എക്സ് എന്ന് പറയുന്ന റാൻഡം വാരിയബിൾ എത്രയേ ഉള്ളൂ? നമ്പർ ഒബ്റ്റെയിൻഡ് on the unbiased die. അങ്ങനെയാണെങ്കിൽ എക്സിന് വരാവുന്ന വാല്യൂസുകൾ അല്ലെ ആരൊക്കെ വരുന്നുണ്ടായിരിക്കുക? 1 2 3 4 5 6 അല്ലെ? സാമ്പിൾ സ്പേസിൽ വരാവുന്ന വാല്യൂസുകൾ ഏതൊക്കെയാണ്? 1 2 3 4 5 6. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 തന്നെയല്ലേ അൺബയാസ്ഡ് ഡൈസിൽ അല്ലെ? പി ഓഫ് 1 1/6 ആണ്. പി ഓഫ് 2 1/6 ആണ്. പി ഓഫ് 3 എത്രയായിരിക്കും? 1/6 ആണ്. പി ഓഫ് 4 എന്തായിരിക്കും? 1/6 ആണ്. ശരിയല്ലേ? പി ഓഫ് 5 എന്തായിരിക്കും? 1/6 ആണ്. പി ഓഫ് 6 എന്തായിരിക്കും? 1/6 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാലോ. യെസ്, എക്സിന് വരാവുന്ന ഓരോ വാല്യൂസുകളും ആണ് 1 2 3 4 5 6 എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ വാല്യൂസ് പ്രോബബിലിറ്റി എത്രയായിരിക്കും? 1/6 1/6 1/6 1/6 1/6 1/6. ഓക്കെ, യെസ്. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? മീനും വാരിയൻസ് അല്ലേ നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാലോ. മീൻ എന്ന് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലെ? അപ്പൊ മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n xi into p of i, xi into pi. അങ്ങനെ നമുക്ക് എഴുതാം അല്ലെ? യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മീൻ ഇവിടെ എത്രയായിരിക്കും എന്ന് പറഞ്ഞേ? ഇസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടായിരിക്കുക? 1 into 1/6 plus 2 into 1/6 plus 3 into 1/6 plus 4 into 1/6 plus 5 into 1/6 plus 6 into 1/6 is equal to 1/6 plus 2/6 plus 3/6 plus 4/6 plus 5/6 plus 6/6, which is equal to 1 plus 2 3 3 plus 3 6 plus 4 10 15 15 plus 5 21 15 plus 5 20 plus 1 21. Clear? So 21/6 ആയിരിക്കും മീൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, നമുക്കിനി എന്തുകൂടി കണ്ടെത്തണം? വാരിയൻസ് കൂടി കണ്ടുപിടിക്കണം അല്ലെ? ഓക്കെ, വാരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ? എന്തായിരുന്നു വാരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സിന്റെ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം കണ്ടെത്താലോ അല്ലെ? ഇവിടെ കണ്ടുപിടിക്കാം. ഇ ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂസുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കുക ഇൻറ്റു അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ എന്താ ഉണ്ടായിരിക്കുക?
1 into 1 by 6. 1 square into 1 by 6 plus 2 square into 1 by 6 plus 3 square into 1 by 6 plus 4 square into 1 by 6 plus 5 square into 1 by 6 plus 6 square into 1 by 6. അതായത് ഓരോന്നിന്റെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, സ്ക്വയർ കണ്ടുപിടിക്കുക, ഇൻറ്റു 1 by 6 ചെയ്യുക. വി വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 91 by 6. ഇതാണ് കിട്ടുന്നുണ്ടായിരിക്കും ആൻസർ. 91 by 6 ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക. 1 square into 1 by 6 plus 2 square into 1 by 6 plus 3 square into 1 by 6. 1 square 1 അല്ലേ, 2 square 4 അല്ലേ, 9 കിട്ടും, 16, 25, 36. ആഡ് ചെയ്യുക, കോമൺ ഡിനോമിനേറ്റർ ആണ്. വി വിൽ ഗെറ്റ് 91 by 6 ആസ് ദി ആൻസർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാരിയൻസ് ഓഫ് എക്സ് കണ്ടെത്തണം അല്ലെ. ഓക്കെ, അപ്പൊ വാരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല യെസ്, ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ എത്ര കിട്ടുക? 91 by 6 മൈനസ് ഇ ഓഫ് എക്സിന്റെ ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് മീൻ അല്ലേ, ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ 21 by 6 ആണെന്ന്. സോ 21 by 6 the whole square. So we will get as 91 by 6 minus 21 by 6 ന്റെ whole square ആണ് വരുന്നുണ്ടായിരിക്കുക അല്ലെ. 21 സ്ക്വയർ എത്ര വരിക? 441 by 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. ഡിനോമിനേറ്റർ കോമൺ ആക്കി നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. സോ ആൻസർ we will get 35 by 12. ആൻസർ എത്രയാണ്? 35 by 12. ഇതാണ് മീനും വാരിയൻസും കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇക്വേഷൻസുകൾ ഒന്ന് ഓർത്തു വെക്കുക, പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.